ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താനും ഗ്രൗണ്ടിലും വളർത്താൻ പറ്റുന്ന ഹൈബ്രിഡ് അടിപൊളി മാൻഡിവില്ലയുടെ 3 കളറുകൾ നമുക്ക് സെയിലിനുണ്ട്. അതുപോലെ അലമാൻഡയുടെ 3 കളറുകൾ, മരമുല്ലയുടെ നമുക്ക് മിനിയേച്ചർ ടൈപ്പിൽ വളർത്താൻ പറ്റുന്ന മരമുല്ലയുണ്ട്. അങ്ങനെ നമുക്ക് കുറച്ച് പ്ലാന്റ്സുകളുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, അതിനുശേഷം ഓർഡർ ചെയ്യുക. നമുക്ക് ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മാൻഡിവില്ലയാണ്. മാൻഡിവില്ല ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്ത് നമുക്ക് വളർത്താൻ, ഹാങ്ങിങ് പോട്ടിൽ തന്നെ വളർന്നു വരുന്ന സമയത്ത് നമുക്കത് ചുറ്റി കൊടുത്താൽ മതി. ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മാൻഡിവില്ലയാണ്. ലീഫും ഫ്ലവറുകളും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുന്ന ഇതേ സെയിം പ്ലാന്റ് ഗ്രൗണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ കാണിച്ചു തരാം. അതാണ്ട് ഈ ഹാങ്ങിങ് പോട്ടിലെ സെയിം പ്ലാന്റ് ആണ് നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് പടർന്നു വരുമ്പോൾ നമുക്കിതിനകത്ത് കമ്പോളോ കമ്പിയോ എന്തെങ്കിലും സെറ്റ് ചെയ്താൽ നമുക്കത് ചട്ടിയിലാക്കി തറയിലും വെക്കാവുന്നത്. അപ്പോൾ 2 രീതിക്കും വളർത്താൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മാൻഡിവില്ല. അപ്പോൾ ഹാങ്ങിങ് പോട്ടിൽ ഇതുപോലെ 3 കളറുണ്ട്. 2 കളറിൻ്റെ കോംബോ, റെഡും പിങ്കും കൂടെ നമ്മൾ കോംബോ ഇട്ട് 530 രൂപയും, അതുപോലെ 3 കളറിൻ്റെ കോംബോ, റെഡ് വൈറ്റ് പിങ്ക്, ഇതെല്ലാം കൂടെ 750 രൂപയ്ക്കുമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പം ഈ വള്ളി വീശിയിട്ടുള്ളതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളും ഒക്കെയാണ്. ആ റെഡിൽ ചില പ്ലാന്റുകൾക്ക് ഇച്ചിരി വലിപ്പക്കുറവ് വരുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. ഇനിയല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇഷ്ടമുള്ളത് വാങ്ങാവുന്നതാണ്. പക്ഷേ ഇതുപോലത്തെ ഒരു പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ടും നമുക്ക് ഗ്രൗണ്ടിലും സെറ്റ് ചെയ്യാൻ എപ്പോഴും വരുന്ന ഒരു മാൻഡിവില്ലയല്ല കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഇനി ഒരുപാട് പേര് ചോദിക്കുന്ന വെറൈറ്റി കളറിലുള്ള അലമാൻഡ പ്ലാന്റുകളാണ്. ഇത് നല്ല കുറ്റിച്ചെടിയായിട്ട് എന്നും പൂക്കളാണ്, വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് അലമാൻഡ ചെടി. അപ്പോൾ ഇത് നമ്മുടെ ഹൈബ്രിഡ് ഇനത്തിലെയാണ്. അപ്പോൾ ഇതിൻ്റെ 3 കളർ നമുക്കുണ്ട്, റെഡ്, പിങ്ക്, ഒരു ചോക്ലേറ്റ് കളർ. ആ കളറുകളാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. ഒരു പ്ലാന്റിന് 130 രൂപയാണ് റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് വാങ്ങിക്കാം. അടുത്ത നമുക്ക് അച്ചിമെൻസ് പ്ലാന്റിൻ്റെ തൈകൾ, ജിഫിയിലെ തൈകൾ വന്നിട്ടുണ്ട്. നമ്മളൊരു 5 എണ്ണം കോംബോയിലാണ് കൊടുക്കുന്നത്. കാരണം ഇതിനകത്ത് കളർ സെലക്ഷൻ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഹൈബ്രിഡ് വെറൈറ്റിയും നാടൻ വെറൈറ്റിയും കൂടി ഇത് മിക്സഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് കളറ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഈ കാണുന്ന ടൈപ്പിലുള്ള പ്ലാന്റുകളാണ്. ചിലതിലൊക്കെ ഇവിടെ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്, റെഡ്, വൈറ്റ്, പിന്നെ പിങ്ക്, ഇങ്ങനെയൊക്കെ വിരിയുന്നുണ്ട്. അപ്പം നമുക്ക് കളർ സെലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് 5 കളർ കോംബോ 230 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് മരമുല്ല അല്ലെങ്കിൽ മുരായ എന്ന് പറയുന്ന പ്ലാന്റ്. ഇത് നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്തുന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ്. മരമായിട്ട് പോകുന്നതല്ല. മരമായിട്ട് പോകുന്ന ഒരു പ്ലാന്റ് നമ്മുടെ റോസ് നട്ടാൽ എങ്ങനെ നീളത്തിൽ പോവും, അതുപോലെ പോവും. അതേസമയം ഹൈബ്രിഡ് വെറൈറ്റിയിലെ മുരായ ഇതുപോലെ ചെറുതിലേ ബ്രാഞ്ചസുകൾ വന്ന് ബുഷായിട്ട് ചെറുതിലേ പൂക്കും. ഇപ്പോഴും നമ്മുടെ പ്ലാന്റിൽ തന്നെ മിക്ക ഉള്ളതിലും ഇതുപോലെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ എപ്പോഴും പൂക്കളാണ്. നമ്മുടെ പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 120 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിൻ്റെ ഫ്ലവറിന് ഭയങ്കര മണമാണ്. ഇതെല്ലാം ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കണ്ടോ, ബുഷായിട്ട്. അതുകൊണ്ട് ഇതും ചട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു ഹൈറ്റ് വരും, അത്രേ വരും, അല്ലാതെ വലിയ മരമാവുന്നതല്ല. മരമാവുന്നതുണ്ട്, പക്ഷേ ഇത് നമ്മുടെ ഹൈബ്രിഡ് ഇനത്തിലെയാണ്. അടുത്ത നമുക്ക് നിക്കോഡിയ പ്ലാന്റ് ആണ്. ഇതിനധികം വെള്ളമൊന്നും വേണ്ട, ഇല കാണാതെ പൂക്കളാണ്, എന്നും ഫ്ലവറാണ്. പക്ഷെ മണമൊന്നുമില്ല. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്, അധികം വെള്ളം വേണ്ട. അപ്പോൾ ഇതിൻ്റെ ലീഫുകൾ ഒരു വെൽവെറ്റ് പോലാണ്, കണ്ടാൽ നമുക്ക് വാടിയിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് 120 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഈ നിക്കോഡിയ, മരമുല്ലയ്ക്കൊക്കെ ഒരുപാട് ആവശ്യക്കാരുള്ളതാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ആവശ്യമുള്ള ചെടികൾ ഏതാണെന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. മെസ്സേജിന് റിപ്ലൈ ഇട്ടാൽ ഇച്ചിരി ലേറ്റ് ആണെങ്കിലും തരാം. നമുക്ക് ഒരുപാട് മെസ്സേജുകൾ കിടക്കുന്നു.